ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പുതിയൊരു വീഡിയോ അല്ല, കുറച്ച് പഴയ ഒരു വീഡിയോ ആണ്. ഡിസംബർ മാസത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് കാണുന്ന കാര്യങ്ങളായി, പക്ഷെ ഇത് ഞാൻ നേരിട്ട് കാണാത്ത കാര്യമാണ്. കാരണം ഹസ്ബൻഡ് ബുർജ് ഖലീഫയിൽ പോയതാണ്. ആള് മുന്നേയും ടോപ്പിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും നമുക്ക് അങ്ങനെ ചാനലും കാര്യങ്ങളും അത്ര കാര്യമായിട്ടില്ല. പിന്നെ ഞാൻ ദുബായ് മോളിലും പോയിട്ടുണ്ട്, ബുർജ് ഖലീഫയും കണ്ടിട്ടുണ്ട്, പക്ഷെ താഴത്തുനിന്ന് കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു പെൻഡിങ് ലിസ്റ്റിലുള്ളതാണ്. പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കയറിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഒരുവിധമൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇതെന്തായാലും നമുക്കിപ്പോൾ മിസ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ്. ഹസ്ബൻഡ് രണ്ടാമത്തെ പ്രാവശ്യമാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അവരുടെ ഓഫീസിൽ നിന്ന് ഉള്ള വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ അറിയില്ല, കാരണം ഞാനും ഈ വീഡിയോയിൽ നിങ്ങളെ പോലെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ എക്സ്പ്ലനേഷൻ തരാനായിട്ടും വോയിസ് ഓവർ ചെയ്യാനായിട്ടും ആളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, ആള് ഗൾഫിലാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഓഫ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ കയറുമ്പോൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പ്രത്യേകത എടുത്തു പറയാനുള്ള കാരണം ജോബിച്ചിൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഓഫീസിലത്തെ ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ വരെ കാണാറുണ്ട് ഞങ്ങളെ കാണാനൊക്കെ വേണ്ടിയിട്ട്. അവർക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിലും കമൻ്റൊക്കെ ഇടാറ്. അപ്പോൾ അവർക്ക് എന്തായാലും കണ്ടറിയില്ല, പക്ഷെ ഓർഡർ ചിലപ്പോൾ ശ്രദ്ധിക്കാം. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ദുബായ് മോളിൻ്റെ ഉള്ളിലൂടെ വേണം നമുക്ക് ബുർജ് ഖലീഫയിൽ എത്താൻ. ഇമാ പ്രോപ്പർട്ടീസിൻ്റെ ആണ് ബുർജ് ഖലീഫ. നമ്മൾ മെട്രോയിലാണ് പോകുന്നെങ്കിൽ, ഞങ്ങൾ മെട്രോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരു കാറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മെട്രോയിലാണ് പോകുന്നെങ്കിൽ നമ്മൾ ദുബായ് മോളിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മെട്രോയിൽ പോകുമ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ദുബായ് മോളൊക്കെ മെട്രോയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാനായിട്ട് നൈറ്റ് വ്യൂ ആയാലും ഡേ വ്യൂ ആയാലും അടിപൊളിയാണ്. അപ്പം അത് പോട്ടെ, നമ്മൾ ദുബായ് മോളിലേക്കാണ് ആദ്യം ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറേ നടക്കാൻ നടന്ന് ത്ത് നമ്മൾ മാളിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഖലീഫ നിൽക്കുന്നത് കാണുക. എന്താ പറയുക, അമ്പര ചുംബിയായിട്ടുള്ള നല്ല കൺസ്ട്രക്ഷൻ ആണ്. എല്ലാവരും ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ടാവും. അതിൻ്റെ അധിക വർണ്ണനകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ദുബായ് മോളിനകത്ത് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാർജസ്റ്റ് മോളും കൂടിയാണ് കേട്ടോ ദുബായ് മോൾ. അത്യാവശ്യം കാണാനുണ്ട്. ഫുഡ് കോർട്ടൊക്കെ നല്ല വലുതാണ്. പിന്നെ നമ്മുടെ ഈ ഇടയായിട്ട് നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഒരു വർഷമോ 2 വർഷമോ മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണുകയാണെങ്കിൽ, ഞാൻ 2 വട്ടം ദുബായിക്ക് വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് പ്ലേസും കവർ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും അറിയണ്ടായിരുന്നില്ല. എങ്കിലും ചില വീഡിയോസ് അതിൽ കിടക്കുന്നത് കാണാം. ഇപ്പോൾ 2020 എക്സ്പോൻ്റെ കുറേ വീഡിയോസ് അതിൽ കാണാം, ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും. അതുപോലെ തന്നെ കുറച്ചൊക്കെ അറിയുന്ന പോലെ ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായത്തെ കൂടുതൽ വിശേഷം അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി കാണാം. അന്നൊന്നും ഇത്ര നന്നായിട്ട് പറയാനൊന്നും അറിയില്ല. ഇപ്പോഴും ഞാൻ നന്നായിട്ട് പറയുന്നല്ല, പക്ഷെ എന്നാലും ഇത്രയൊന്നും ഓർഡർ ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് പറയാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടമായി പോയ കുറ്റബോധത്തു നിന്നാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനും എൻ്റെ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനൊരു ചാനൽ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരും കാണാൻ സാധിക്കാത്തവർക്കും കൂടി കാണാൻ പറ്റാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ ദുബായ് മോളായാലും അതുപോലെ ഐബം ബത്തൂത്ത മോളൊക്കെ ആണെങ്കിലും ഞാൻ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് അവിടെ പോയി അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് നല്ല വീഡിയോസ് ഉണ്ടായിരിക്കും. പറ്റുകയാണെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. കഴിയുന്ന എല്ലാവരും അത് പോയി കണ്ടിട്ട് വരും. ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് വരാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ദുബായ്ക്കാരനെ കെട്ടുന്നു, അല്ലെങ്കിൽ ദുബായിലേക്ക് വിസിറ്റിങ്ങിന് പോകുന്നു. ഇനി എല്ലാവരെയും പോലെ വിസിറ്റിങ്ങിന് പോയാൽ തന്നെ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നു ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തോളം 2 പ്രാവശ്യത്തെ വിസയായിട്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വിരലിൽ എണ്ണാവുന്ന സാധനങ്ങളെ ഞങ്ങൾക്ക് ഇനി പെൻഡിങ് ഉള്ളൂ എന്ന് പറയാം. അത് ധൈര്യമായിട്ട് പറയാം കേട്ടോ, തള്ളി മറിക്കുന്നല്ല. ഞങ്ങൾ എല്ലാ ആഴ്ചയും പുറത്ത് പോകുന്ന ടീമിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജൈന്റ് വീലായിട്ടുള്ള ഐൻ ദുബായ് വരെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത് തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം. പക്ഷെ അന്ന് അത് തുടങ്ങിയ സമയത്ത് ഞങ്ങളത് കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ഷോർട്ട് വീഡിയോസൊക്കെ കാണാം, ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒന്നും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് പറഞ്ഞത്, താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. കാരണം ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ കാണാത്തവരൊക്കെ അവിടെ പോയി കണ്ടിട്ട് വരും. ദുബായ് മോളിനെ കുറിച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവിൽ വെച്ച്. അപ്പോൾ ആ വീഡിയോ കൂടി പോയിട്ട് കണ്ടിട്ട് വരിക. എടുത്തിട്ടുണ്ട്, ഓൺലൈൻ ബുക്ക് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ.
ഓരോ സമയത്തിനനുസരിച്ചിട്ടും ടിക്കറ്റ് റേറ്റിൽ വ്യത്യാസം വരാം. രാവിലത്തെ വ്യൂവിന് വേറെ പൈസയാണ്, രാത്രിത്തെ വ്യൂവിന് വേറെ പൈസയാണ്. പിന്നെ സീസൺ അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. വിസിറ്റേഴ്സ് കൂടുതലുള്ള സമയത്ത് അങ്ങനെ കുറച്ച് ടൈമിങ്ങിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് റേറ്റ് ആണുള്ളത്. എമിറേറ്റ്സ് ഐ ഡി ഉള്ളവർക്കാണെങ്കിലും ഡിഫറെൻ്റ് ആണ് റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഏറെ കയറാഞ്ഞിരുന്നത്. എമിറേറ്റ്സ് ഐ ഡി ഉള്ളവർക്കാണെങ്കിൽ റേറ്റ് കുറവാണ്, വിസിറ്റേഴ്സിനാണ് അല്ലെങ്കിൽ ഫോറിനേഴ്സിനാണ് റേറ്റ് കൂടുതൽ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി, അത് എത്ര ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു, എന്ന് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബുർജ് ഖലീഫയുടെ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി അവിടെ വാളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ലിഫ്റ്റിൽ കയറിയത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മിസ്സായിപ്പോയി എന്ന് വേണം പറയാൻ. 120ാമത്തെ നിലയിലാണ് നമ്മൾ പോയത്. പക്ഷേ എന്താ പറയുക, സ്വിച്ച് ഇട്ട പോലെ കയറി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓക്കെ, ഞാൻ ദുബായ് ഫ്രെയിം കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും കൂടി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അതും അങ്ങനെയായിരുന്നു കേട്ടോ. 50 നില അങ്ങോട്ട് എന്താ പറയുക, മിനിറ്റ് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ 1 2 3 എണ്ണുന്ന പോലെയാണ് ലിഫ്റ്റ് അത്രയും സ്പീഡിൽ പോയായിരുന്നത്. അപ്പോൾ 50ാമത്തെ നിലയിൽ കയറി എനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ 120ാമത്തെ നിലയിൽ കയറി ഇവർക്ക് എങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് മിസ്സായിപ്പോയി നമുക്ക് ആ വീഡിയോ. ഇതുവരെ ലിഫ്റ്റ് താഴത്തേക്ക് വരാൻ വേണ്ടി കാത്തുന്നതാട്ടോ. ആ സംഖ്യ പോകുന്നതിനനുസരിച്ചാണ് ഓരോ ഫ്ലോറും താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ 1 to 120 കയറിയത് എങ്ങനെ ഉണ്ടായിരിക്കും. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് ഇനി അവിടെ പോയിട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിഫ്റ്റിൽ കയറിയിട്ട് അവർ നേരെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അത്രമാത്രം ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നണില്ല. കാരണം ദുബായ് ഫ്രെയിം ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ദുബായ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അതും ഒരു ചില്ല് ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മളതിനെ ഇങ്ങനെ ആകാശത്ത് തൂക്കിയിട്ട പോലെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് നോക്കിയ വ്യൂ എന്നെ സംബന്ധിച്ച് അത്ര എക്സൈറ്റഡ് ആയിട്ട് തോന്നണില്ല. നേരിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. റോഡുകളൊക്കെ കണ്ട ചെറിയ ലൈൻസ് പോലെ. പിന്നെ ആളുടെയിലുള്ളത് സാംസങ് S23 ആണ്, അൾട്രയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വേണമെങ്കിൽ സൂം ചെയ്യാമല്ലോ. ഓരോ ബിൽഡിങ്ങും എന്തുമാത്രം വലുതാണെന്നറിയും. ഇങ്ങനെ കാണുമ്പോൾ ചെറിയ സോപ്പും കട്ട പോലെ തോന്നണതാണ് കേട്ടോ. താഴത്തു കൂടെ നമ്മൾ ആ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് നല്ല വ്യൂ ആയിരിക്കും. ആദ്യമായിട്ടൊക്കെ കാറിൽ പോകുമ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ചിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെട്രോ എല്ലാ ആഴ്ചയും ഞങ്ങൾ പോകാറുണ്ട് പുറത്ത്. മെട്രോയിലൊക്കെ സ്ഥിരം കയറാറുള്ളതാ. നമുക്ക് കാറില്ല. ഹസ്ബൻഡിന് അവിടെ ഫോക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് ആണുള്ളത്, കാറിൻ്റെ ഇല്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമേ നമ്മൾ കാറിൽ പോകാറുള്ളൂ. അതല്ലാത്തപ്പോൾ മുഴുവൻ നമ്മൾ മെട്രോയിലായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ദുബായ് ഫ്രെയിം. ശരിക്കും ഒരു കട്ട്ലയുടെ ഷേപ്പാണ്. ആ കട്ട്ലയുടെ ആ നീളത്തിലുള്ള കാലിൻ്റെ ഉള്ളിലാണ് ലിഫ്റ്റ്. നമ്മൾ ഒരു സൈഡിലൂടെ പോയിട്ട് സെൻറ്ററിൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ്. ഇതേപോലെ തന്നെ 2 സൈഡും പഴയ ദുബായും പുതിയ ദുബായിൻ്റെയും മൊത്തം വ്യൂ ഉണ്ടായിരിക്കും. അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ കയറുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ബുർജ് ഖലീഫയുടെ തന്നെ പലതരത്തിലുള്ള സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗോൾഡൻ്റെയും അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെയും ഒക്കെ പോലത്തെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ആ വീഡിയോയിൽ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.